എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. Ijaz, turn on your video. Okay, page number 46. What is that, Faith? Okay, page number 46. Golden words. Golden words. Write the names of the people associated with these famous quotes. Choose from the option given in the box. മഹത് വ്യക്തികളുടെ മഹത് വചനങ്ങളാണ്. അത് ആരാണ് പറഞ്ഞത് എന്ന് ബോക്സിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇജാസ് വീഡിയോ ഓൺ ചെയ്. ഓക്കെ, ഫസ്റ്റ് വൺ. Attitude is a little thing that make a big difference. Attitude is a big thing that makes a big difference. എന്താ മീനിങ്? മനോഭാവം എന്നത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ചിന്താഗതി അല്ലേ. ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഹൂ സേസ് ദാറ്റ് വേർഡ്സ്? അല്ലെങ്കിൽ ഹൂസ് വേർഡ്സ് ദാറ്റ്? ആൻഡ് മരിയ, ഇജാസ് ലെഫ്റ്റ് ആയോ? വിൻസ്റ്റൺ ചർച്ചിലിന്റെ വേർഡ്സ് ആണത്. ഓക്കെ മിസ്. Attitude is a little thing that makes a big difference. Winston Churchill. Okay. Second one. Genius is 1% inspiration and 99% perspiration. Genius is 1% inspiration and 99% perspiration. What do you mean that? What do you mean that? പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% പെർസ്പിരേഷനുമാണ്. മീൻസ് ഒരു 99% വിയർപ്പുമാണെന്നർത്ഥം. പ്രതിഭ എന്ന് പറയുന്നത് അതായത് പ്രചോദനം കൊടുക്കുകയും നമ്മൾ അതുപോലെ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം പ്രതിഭ. ഓക്കെ, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിരേഷൻ. ഹൂ സേസ് ദാറ്റ് വേർഡ്സ്? തോമസ് ആൽവ എഡിസൺ. യെസ്, തോമസ് ആൽവ എഡിസൺ. ഇജാസിന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇജാസ്, ജോയൽ എഴുതിയ മോനെ. ഓക്കെ. Third one. Some books are to be tasted. Some books are to be tasted. Others to be swallowed. And some few to be chewed and digested. എന്താ ഫെയ്ത്ത് അതിന്റെ മീനിങ്? മിസ് ഓരോന്നായിട്ട് പറയാം, നിങ്ങൾക്ക് അറിയുന്ന വേർഡാ. Some books are to be tasted മീൻസ് കുറച്ച് ബുക്കുകൾ സോ ടേസ്റ്റി ആണ് അല്ലേ. Some books are to be tasted. Others to be swallowed. Others to be swallowed means, swallow means വിഴുങ്ങൽ അല്ലേ. അത് വിഴുങ്ങൽ, കുറച്ച് നമ്മൾ വിഴുങ്ങും മീൻസ് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? വിഴുങ്ങി അങ്ങനെ തന്നെ അല്ലേ ശരിക്കും വൊമിറ്റ് ചെയ്യല്. അതാണ് നിങ്ങൾ എന്താ CBSE സിലബസിലൊക്കെ നമ്മൾ ശരിക്കും പറയൽ അങ്ങനെയാണല്ലേ. അതങ്ങ് വിഴുങ്ങി അതിങ്ങനെ
അങ്ങനെ തന്നെ പാടി നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തല്. ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. കുറച്ച് പുസ്തകങ്ങൾ എന്താ നമ്മൾ ചവച്ചിറക്കി ടു ബി ഡൈജസ്റ്റഡ്, ദഹിക്കുന്നു. നമ്മളിൽ ദഹിക്കുന്നു മീൻസ് എന്താ, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്നു. അത്രയും നല്ല ബുക്കുകളാണ് കുറച്ച് ഉള്ളത്. മനസ്സിലായില്ലേ? സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സോളോവ്ഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂവ്ഡ് ആൻഡ് ഡൈജസ്റ്റഡ്. അത്രയും നല്ല ബുക്കുകളാണ് ചിലത്. ഓക്കെ, ഹൂ സേസ് ദാറ്റ് വേർഡ്സ്? ഇജാസ് അറിയാവോ? Whose words that? Anybody? Miss, I didn't saw the question. Francis Bacon. Francis Bacon. Okay. Edio Joel. Okay. Next, fourth one. Aris awake and stop not till the goal is reached. Sorry, arise, awake and stop not till the goal is reached. Arise, awake and stop not till the goal is reached. അതായത് അന്ത്യം വരെ നമ്മൾ നിൽക്കാതെ പ്രയത്നിക്കുക, അല്ലെ? ഉണരുക, നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിൽക്കാൻ പാടില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, അല്ലെ? നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമുക്ക് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ നിൽക്കാൻ പാടില്ല. മനസ്സിലായോ? കുട്ടികളായ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെ? മീൻസ് എന്താ? എന്തെങ്കിലും ഒരു ജോബിൽ എത്തുക, അല്ലെ? നല്ല ഒരു ജോബിൽ എത്തുക. അപ്പൊ അവിടെ എത്തുന്നവരെ മാക്സിമം നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം നിങ്ങൾ പ്രയത്നിക്കുക. ഓക്കെ. The future belongs to those who sorry, അതിന്റെ ആരാ പറഞ്ഞേ? Who says that words? അവിടുത്തെ പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. സ്വാമി വിവേകാനന്ദ. ഓക്കെ. The future belongs to those who believe in the beauty of the dream. The future belongs to those who believe in the beauty of their dream. What do you mean that? അതായത് നമ്മുടെ സ്വപ്നം കാണണം, അല്ലെ? സ്വപ്നങ്ങളുടെ ഭംഗി ആസ്വദിക്കണം. അത് അങ്ങനെ ആസ്വദിച്ചായിരിക്കണം നമ്മുടെ ഭാവി, അല്ലെ? നമ്മൾ സ്വപ്നം കാണണം മീൻസ് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു കുന്നിക്കുരോളം കിട്ടുമെന്ന് പറയും പോലെ നമ്മൾ സ്വപ്നം കാണുക. സ്വപ്നം കണ്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ അൻമരിയ? ഓക്കെ. The future belongs to those who believe in the beauty of their dream. Okay, whose words that? Whose words that? Eleanor Roosevelt, അല്ലേ? എഴുതിയോ? ഫഹീം ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്ന കാര്യത്തോണ്ടായിരിക്കും ഇങ്ങനെ അലസമായിരിക്കണ്ട, കുറച്ചും കൂടെ എന്താ ജെന്യുവിനായിട്ട് ഇരിക്കുക. ഓക്കെ, പഠിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുക. ഓക്കെ. The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. ഓക്കെ. The best and most beautiful things in the world. The best and most beautiful things in the world. വേൾഡിലെ ഏറ്റവും മോസ്റ്റ് ആയ തിങ്, ഏറ്റവും ബെസ്റ്റും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയ തിങ്സ് കനോട്ട് ബി സീൻ, കാണാൻ പറ്റണമെന്നില്ല, അല്ലെ? ഈവൻ ടച്ച്, ചിലപ്പോൾ തൊടാനോ പറ്റണമെന്നില്ല. ദേ മസ്റ്റ് ബി ഫെൽറ്റ് വിത്ത് ദ ഹേർട്ട്, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ, അല്ലെ? ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ പറ്റും. ചിലപ്പോൾ കാണാനോ മഹദിയ മാറി നിൽക്കുമോളെ, ഏട്ടന്റെ ക്ലാസിന്റെ അടുത്ത് എന്തിനാ? ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയ, അതായത് ഏറ്റവും മനോഹരമായ വസ്തുക്കൾ കാണാനോ ചിലപ്പോൾ നമുക്ക് തൊടാനോ പറ്റണമെന്നില്ല. ഓക്കെ, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിച്ചറിയാൻ പറ്റും.
ചില എന്താ നമ്മുടെ പാരന്റ്സിന്റെ സ്നേഹമൊക്കെ അല്ലെ, ചിലപ്പോ എല്ലാവരും അല്ല, ചില പാരന്റ്സ് അത് കാണിച്ചിട്ട് തന്നെ വളർത്തും, ചിലവർക്ക് അത് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്തവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളത് അനുഭവിച്ച് അറിയണം അല്ലെ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്തതുണ്ടാവും, പക്ഷെ നമ്മൾ അത് അനുഭവിച്ച് തന്നെ അറിയണം. Who says that words? The best and most beautiful Helen things in Keller. the world cannot be seen or even touched. ഒരിക്കൽ പോലും കാണാനോ ടച്ച് ചെയ്യാനോ പറ്റില്ല. They must be felt with the heart. നമ്മുടെ ഹൃദയം അറിഞ്ഞ് നമ്മൾ അനുഭവിച്ചറിയുക അല്ലേ. 6th one. Whose was that? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ആരാ ശരിക്കും അറിയോ? ഹെലൻ കെല്ലറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പോ ആ ഹെലൻ കെല്ലർ പറഞ്ഞ വാക്കാണത്, ആ വേർഡാണത്. നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമുക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. എങ്ങനെ ലോകത്ത് ജീവിക്കുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷം നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനത്തെ ഒരു അവസ്ഥ. ചിലപ്പോ കാണാൻ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് കാണാനെങ്ങും പറ്റുന്നുണ്ടല്ലോ അല്ലേ. അല്ല, ഒന്നുകിൽ കേൾക്കാൻ പറ്റണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കേൾക്കാനെങ്ങും പറ്റണം, അതുമില്ല. അങ്ങനെ ഒരാൾ നമ്മുടെ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഹെലൻ കെല്ലർ. ആ ഹെലൻ കെല്ലറുടെ വാക്കാണത് അല്ലേ. നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാം. മനസ്സിലായോ? അല്ലൊരു അവസ്ഥ തന്നെയാണ് അല്ലേ സത്യം പറഞ്ഞാല്. അങ്ങനെയുള്ളവരും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആരാ ശരിക്കും? ഭാഗ്യവാന്മാരല്ലേ. എന്നാലും നമ്മൾ എന്താ പറയുക, നമുക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് എപ്പോഴും സങ്കടപ്പെടാനേ നമുക്ക് നേരം ഉണ്ടാവും അല്ലേ സത്യം പറഞ്ഞാല്. അപ്പൊ അവരൊക്കെ എന്താ പറയണ്ടേ? അങ്ങനെയുള്ള ആൾക്കാർ എത്രയോ കുട്ടികൾ ഇന്ന് ജനിച്ചു വീഴുന്ന എത്രയോ കുട്ടികൾ അങ്ങനെ പല വൈകല്യങ്ങളും കൊണ്ട് ജനിച്ചു വീഴുന്ന കുട്ടികളുണ്ട്, ഭക്ഷണം ഇല്ലാത്തവരുണ്ട്, പല പല പോരായ്മകളുള്ളവരും ഉണ്ട്. എങ്കിലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ രാജാക്കന്മാർ തന്നെയാണ് അല്ലേ. എന്നിട്ടും പല ബുദ്ധിമുട്ടുകളും ഇല്ലാത്തത് മാത്രമേ നമ്മുടെ മനസ്സിൽ കാണൂ. നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കില്ല. 7th one നോക്കിയേ. That's one small step for man, one giant leap for mankind. That's one small step for man. അത് മനുഷ്യനെ, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെപ്പ് മാത്രമാണ്, ഒരു പടി മാത്രമാണ് അല്ലെ. One giant leap for mankind. One giant leap for mankind. ഒരു മനുഷ്യനായി നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്താ, ഒരു ചവിട്ടുപടി മാത്രമാണ്. That's one small step for mankind. അത് സോറി, ഞാൻ അത് പറഞ്ഞു അല്ലെ, നമ്മള് ആ വേർഡ് പറഞ്ഞത് ഹെലൻ കെല്ലർ. The next word. That's one small step for man, one giant leap for mankind. Who says that word? Neil Armstrong. Neil Armstrong. Next, 8th one. I disapprove of what you say, but I will defend to the death your right to say it. I disapprove. ഞാൻ അപ്രൂവ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ? ഞാൻ അംഗീകരിക്കുന്നു. I disapprove എന്ന് പറഞ്ഞാല് ഞാൻ അംഗീകരിക്കുന്നില്ല. Of what you say, നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. But I will defend to the death your right to say it. പക്ഷെ അത് പറയാൻ നിങ്ങളുടെ അല്ലേ എന്താ മരണം വരെ ഡിഫെൻഡ്, പ്രതിരോധിക്കുക. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ കളിയിലൊക്കെ നിങ്ങൾ പറയുന്ന പദല്ലേ അല്ലേ, പ്രതിരോധിക്കുക. മരണം വരെ പ്രതിരോധിക്കും. I disapproved of what you say, but I will defend to the death your right to say. മരണം വരെ അതിനെ ഞാൻ പ്രതിരോധിക്കും. ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷെ അത് പറയാൻ നിങ്ങളുടെ എന്താ, but I will defend to the death your right to say it. അത് മരണം വരെ അത് പ്രതിരോധിക്കാൻ എനിക്ക് പറ്റും. അതാരാ പറഞ്ഞേ? Whose words that?
Eighth one, Voltaire. Okay. ഫഹീം, എന്തിനാ ഈ വീഡിയോയിൽ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കുന്നേ? കൈ വെറുതെ ഇരിക്കില്ല, സ്റ്റഡി ആയിട്ടിരുന്നേ, അലസത കാണിക്കല്ലേ, സ്റ്റേൺ ആയിട്ടിരിക്കും. ഓക്കെ, അങ്ങനെയല്ല, ഡോണ്ട് ടച്ച് ദ വോൾ. നേരെ ഇരുന്നേ, ഫഹീമിനോടാ പറയുന്നേ. ഓക്കെ. Eighth one, not everything that can be continued. Not everything that can be counted counts, and not everything that counts can be counted. Confusion വരുന്ന വേർഡാണ്. Not everything that can be counted counts, and not everything that counts can be counted. എണ്ണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കണക്കാക്കാനും പറ്റില്ല, എന്നാലോ കണക്കാക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും കഴിയില്ല. മനസ്സിലായോ? നോട്ട് എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി കൗണ്ടഡ് കൗണ്ട്സ്, എല്ലാം എണ്ണാൻ പറ്റില്ല, എല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ക്യാൻ നോട്ട് ബി എവറിത്തിങ് ദാറ്റ് കൗണ്ട്സ് ക്യാൻ ബി കൗണ്ടഡ്. തിട്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും എണ്ണാൻ കഴിയുന്നവയൊന്നും നമുക്ക് കണക്കാക്കാനും ആകില്ല. ദാറ്റ് വാട്ട്സ് who's the words that? Ninth one, Albert Einstein. Albert Einstein. Einsteinന്റെ വാക്കുകളാണ്. ഇത് ഒരാളൊന്ന് വായിക്കണമായിരുന്നു, ബുക്കില്ലാത്തവരെ കൊണ്ട് വായിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, ജോയിൽ ഒന്ന് വായിച്ചേ, ഫസ്റ്റ് വൺ ഒന്ന് വായിച്ചേ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. Attitude is a little thing that makes a big difference. Okay. Answer? Winston Churchill. Winston Churchill. Okay. Second one കൂടെ വായിച്ചോ. Genius is 1% inspiration and 99% perspiration. Perspiration. Okay. Thomas Alva Edison. Okay. Okay. Third one വായിച്ചേ, Jazz. Some books are to tasted, others to be swallowed, and some few to be chewed and digested. Whose word? Francis Bacon. Okay. Francis Bacon. Fourth one കൂടെ വായിച്ചോ. Arise, awake, and stop not till the goal is reached. Whose word? Swami Vivekananda. Okay. Anne-Marie വായിച്ചോ മോളെ. നെക്സ്റ്റ് രണ്ടെണ്ണം. The future belongs to those who believe in the beauty of their dreams. Eleanor Roosevelt. Okay, next one. അടുത്തും കൂടെ വായിച്ചോ. വീഡിയോ ഓഫ് ആക്കിയത്. അൻമരിയ, സിക്സ്ത് വണ്ണും കൂടെ വായിക്കുമോളെ. The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. Helen Keller. ഓക്കെ, ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട്. ജോയൽ തന്നെ വായിച്ചോ മോനെ. That's one small step for men, one giant leap for mankind. Okay. Neil Armstrong. Seventh one. വായിച്ചോ, ജോയൽ വായിച്ചോ. I disapprove of what you say, but I will defend to the death your right to say it. Who's? Voltaire. Okay. Next one, Anne-Maria. Anne-Maria. Yes, miss. എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? മിസ്, എനിക്ക് നെറ്റ് കിട്ടുന്നില്ല, എനിക്ക് വേറെ ആരെ കാണുന്നു. ഓക്കെ ഓക്കെ, വായിക്കാൻ പറ്റുമോ? Yes, miss. Ninth one. Not everything that can be
ഇജാസ് വായിച്ച മോനെ. Not everything that can be counted counts, and not everything that counts can be counted. Albert Einstein. ഓക്കെ, ഈ ഇത്രയും ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പഠിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഇതിലേക്ക് എഴുതിയല്ലോ. ഇന്ന് നിങ്ങൾ ഇത് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയല്ലോ. അതൊന്ന് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം, എഴുതിയവര്. ഓക്കെ, അപ്പോൾ ബുക്കില്ലാത്തവർക്കും കൂടെ പഠിക്കാലോ. അത് എന്നിട്ട് ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഫെയ്ത്ത് ആൻഡ് ഫഹീം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിൽ അത് പതിയും. ഓക്കെ ഫഹീം, നെക്സ്റ്റ് ഇനി നമുക്ക് GK ക്ലാസ് വരുന്നത് ഓഫ്ലൈൻ ക്ലാസ് ആണ്. അപ്പോഴത്തേക്ക് നോട്ട്ബുക്കിൽ ഉണ്ടാകണം. ഓക്കെ, ഏത് ബുക്കിലായാലും ഇപ്പൊ പറഞ്ഞ ഈ ഗോൾഡൻ വേർഡ്സ് ഉണ്ടാകണം. ഞാനത് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും എപ്പോഴും ഉപയോഗപ്പെടുന്ന വേർഡ്സുകളാണ്. ഓക്കെ ഫെയ്ത്ത്. ഓക്കെ, നമുക്ക് ഇനി സമയമുണ്ടോ അടുത്ത ഭാഗം നോക്കാൻ? ഓക്കെ ഉണ്ടല്ലോ. Okay, figuratively speaking. Okay, figures of speech make language colorful and interesting. Can you identify the highlighted figures of speech? The fun to know box will help you. Tick the correct answers. She walks in beauty like the night of cloudless climes and starry skies. Lord Byron. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഷീ വാക്സ് ഇൻ ബ്യൂട്ടി, അവള് ബ്യൂട്ടി ആയിട്ടാണ് നടക്കുന്നത് അല്ലേ. ലൈക്ക് ദ നൈറ്റ്സ്, ഒരു രാത്രിയെ പോലെ, ഓഫ് ക്ലൗഡ്ലെസ് ക്ലൈം ആൻഡ് സ്റ്റാറി സ്കൈസ്, അതായത് നക്ഷത്രങ്ങളുള്ള ഒരു ക്ലൗഡ്ലെസ് ക്ലൈമറ്റില്. അപ്പൊ രാത്രിയിൽ അവൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ആരുടെ വാക്കാ അത്? ലോർഡ് ബൈറോൺ. അതിൽ ഇത് സ്മൈൽ ഉണ്ട്, അൾട്ടറേഷൻ ഉണ്ട്, പണ്ണുണ്ട്. അതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാ ചോദിക്കുന്നത്. അവർ രണ്ടുപേരും പോയോ? നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും അല്ലേ. എങ്കിൽ നമുക്കിത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം അല്ലേ. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് അടുത്ത ക്ലാസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അറിയോ? ഓക്കെ, ഓക്കെ, ബൈ. Bye. Okay, bye.